സംഭവിക്കണം. നടന്നിട്ട് വീഴ്ചയില്ല. ഞങ്ങൾക്ക് കണ്ണുമുട്ടില്ല. അവൻ മരിക്കണം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞായിരുന്നു. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ സംസാരിക്കുന്നതാണ്. അവർ രണ്ടും അമ്മയുടെ മാറ്റത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദുർഗാമ്മേനെയാണ്. ദുർഗാമ്മയും അതേപോലെ തന്നെ കരുണയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതായത് ദുർഗാമ്മ ഫുഡൊക്കെ ഉണ്ടാക്കുന്നിടത്തേക്ക് കരുണ വരുന്നുണ്ട്. കരുണയോട് എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ വളരെയധികം മാറിയില്ലേ, ആ മാറ്റം അവർക്കൊന്നും ഒരു വിശ്വാസമായിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കരുണേനോട് ദുർഗാമ്മ പറയുന്നുണ്ട്, ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാറിയതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറിയതാണ്, എൻ്റെ മനസ്സിന് വേണ്ടി മാറിയതാന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി മുതൽ ഞാൻ എൻ്റെ കണ്ണനെയും മഹാലക്ഷ്മിനെയൊക്കെ പൊന്നുപോലെ നോക്കൂ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ കരുണയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. കരുണ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇന്നത്തോടെ കൂടി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീർന്നോളും, ഇന്ന് അദ്ദേഹം മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കണ്ണനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ഉണ്ണി കാത്തിരിക്കുകയാണല്ലോ എ സിക്കകത്ത് വിഷം നിറച്ചിട്ട്. ആ സമയത്ത് തന്നെ രാത്രിയായിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കണ്ണൻ പുറത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് മുകളിൽ നിന്ന് ഉണ്ണി ഇതെല്ലാം നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അത്ഭുത സിദ്ധിയുള്ള മുത്തശ്ശീനെയാണ്. മുത്തശ്ശി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ അപകടം വരാൻ പോകുന്ന പോലെ തോന്നുകയും അത് പ്രകാരം മാർക്കോനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ അവിടെ എത്തുന്നുണ്ട്. മാർക്കോവിനോട് പറയുന്നുണ്ട് പുള്ളിക്കാരി, ഇന്നെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ ചേട്ടൻ്റെ അമ്മ വളരെയധികം മാറിയിട്ടുണ്ട്, പുള്ളിക്കാരിയുടെ കപട സ്നേഹമാണോ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടെന്ന്. അപ്പോഴത്തേക്കും ഈ അമ്മയാണെങ്കിൽ ധ്യാനിച്ച് നോക്കിയിട്ട് ദുർഗാമ്മയുടെ പ്രശ്നമല്ല, ബാക്കി കൂടെയുള്ള രണ്ടുപേരുടെയും പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് മാർക്കോവിൻ്റെ അടുത്ത്. ഇതെല്ലാം കേട്ടിട്ട് മാർക്കോയും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ഫോൺ ചെയ്യുന്നതാണ്. അന്നേരം കണ്ണനോട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെ കാണണോ, വീഡിയോ കോൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല, റേഡിയേഷനൊന്നും അടിപ്പിക്കേണ്ട, ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ മഹാലക്ഷ്മിനോട് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് കിടക്കാൻ വേണ്ടി കിടക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ കരുണേനെയും ഉണ്ണീനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഉറക്കമൊന്നുമില്ല. ഉണ്ണി പറയുന്നുണ്ട്, ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ല, ഇന്ന് അദ്ദേഹം മരിക്കും, പിന്നെ സ്വത്തുക്കളെല്ലാം എൻ്റെ ആകും എന്നുള്ള ആ ഒരു രീതിയിൽ പുള്ളിക്കാരൻ നിൽക്കുകയാണ്. ഉണ്ണി വളരെയധികം സന്തോഷത്തോടെ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇതെല്ലാം കരുണേനോട് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ കരുണയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കരുണ പറയുന്നുണ്ട്, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നടക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ വൈകുന്നേരങ്ങളിൽ വന്നല്ല എ സി ഓണാക്കാത്ത ആളാണ്, പക്ഷേ രാത്രിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് നേരത്തേക്ക് എ സി ഓണാക്കും. ആ സമയത്ത് തന്നെ വിഷവാതകം ചെല്ലുകയും ചെയ്യും, അദ്ദേഹം എന്തായാലും മരണപ്പെടുമെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് കരുണയ്ക്കും ചെറിയ സന്തോഷമാകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ കണ്ണൻ ഫോൺ വിളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എ സി ഓണാക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അങ്ങനെ കണ്ണൻ എ സി ഒക്കെ ഓണാക്കി വളരെ സുഖമായിട്ട് കിടക്കുന്നുണ്ട്. ആദ്യത്തെ നിമിഷമൊന്നും ഒരു കുഴപ്പമില്ല, കണ്ണൻ വളരെ സുഖമായിട്ട് തന്നെ കടന്നുറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ വിഷവാതകം വരികയും പുള്ളിക്കാരൻ അത് ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെട്ട കണ്ണൻ ഒരു വിധത്തിൽ റൂമിൽ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി പകുതി വരെ എത്തിയപ്പോഴാണ് പുള്ളിക്കാരൻ ഒരു കാര്യം ഓർത്തത്, ഞാൻ വീൽ ചെയറിലല്ലല്ലോ വന്നതെന്ന്. അതിനുശേഷം വീണ്ടും തിരിച്ച് ആ റൂമിലേക്ക് പോയതിന് ശേഷം വീൽ ചെയറിൽ കയറി ഇരുന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരന് തീരെ വയ്യ. ഒരു വിധത്തിൽ നമ്മുടെ ഉണ്ണീൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ണീൻ്റെ റൂമിൻ്റെ മുമ്പിലെത്തിയതിന് ശേഷം ഉണ്ണീനെ ഒരുപാട് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ണി അത് കേട്ട ഭാവം നടിക്കുന്നില്ല. കാരണം അവർ രണ്ടുപേരും ഉണർന്നാണ് കിടക്കുന്നത്. കരുണയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ തീരെ വയ്യാതെ വന്നിട്ട് അവരുടെ ഡോറിൻ്റെ ഒരുപാട് അടിക്കുന്നുണ്ട്. ഈ സൗണ്ടെല്ലാം കേട്ടുകൊണ്ട് ദുർഗാമ്മ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. ദുർഗാമ്മയും കൂടെ വന്നതോടുകൂടി അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുട്ടിക്കൊണ്ടാണ് ഡോറിൽ വിളിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് കരുണ പറയുന്നുണ്ട് ഉണ്ണീനോട്, ഇനി ഇറങ്ങി ചെല്ലണം, അമ്മ വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇറങ്ങി ചെല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ സംശയം തോന്നുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. സ്വന്തം ചേട്ടൻ തൻ്റെ മുമ്പിൽ കടന്ന് മരണവെപ്രാളം കാണിക്കുന്ന കണ്ടിട്ട് ഉണ്ണിക്ക് യാതൊരു കൂസലുമില്ല. പുള്ളിക്കാരനോട് ദുർഗാമ്മ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പോഴത്തേക്ക് ഉണ്ണി പറയുന്നത്, ഞാനൊന്ന് ഉടുപ്പ് മാറട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാക്സിമം സമയം കളയാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ദുർഗാമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പെട്ടെന്ന് തന്നെ കണ്ണനെയും വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് ഉണ്ണി വണ്ടിയെടുത്ത് പോവുകയാണ്. ഈ സമയത്ത് ദുർഗാമ്മ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. എന്നിട്ട് കരുണേനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും വിഷം വല്ലതും കലക്കിയായിരുന്നോടി ഞാൻ ഉണ്ടാക്കിയ ഫുഡിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കണ്ണനെ കൊണ്ട് ഉണ്ണി പോകുന്ന വഴിക്ക് വെച്ച് വണ്ടി നിർത്തുകയാണ്. ആ സമയത്ത് കണ്ണൻ്റെ അടുത്ത് ഉണ്ണി പറയുന്നുണ്ട് വണ്ടി എടുത്ത് പോകാൻ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണിയാണെങ്കിൽ വണ്ടി എടുത്ത് പോകുന്നില്ല. ഉണ്ണി പറയുക വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഉണ്ണി വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് ഉണ്ണീനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആദ്യം നിലത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അതിനുശേഷം എണീറ്റ് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഉണ്ണി കണ്ണനെ പിടിച്ച് തള്ളുന്നുണ്ട്, പോയി മരിക്കടാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് അങ്ങോട്ട് മാർക്കോ എത്തുന്നത്. എനിക്ക് തോന്നുന്നത് മുത്തശ്ശി പറഞ്ഞു വിട്ടാന്ന് തോന്നുന്നു അത്ഭുത സിദ്ധിയുള്ള. ആ സമയത്ത് തന്നെ മാർക്കോ വന്നതിന് ശേഷം മാർക്കോൻ്റെ കൂട്ടുകാരൻ കണ്ണനെയും കൂട്ടി ആ വണ്ടിയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം മാർക്കോ ഉണ്ണീനെയും കൂട്ടി വേറൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഉണ്ണീനെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്നുണ്ട്. എൻ്റെ കണ്ണേട്ടന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ എന്തായാലും ഞാൻ കൊന്നുകളയൂടാന്നാണ് ഉണ്ണീൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിയാണെങ്കിൽ വളരെയധികം പേടിച്ച് വിറച്ചാണ് നിൽക്കുന്നത്.
കറക്റ്റ് ആ സമയത്ത് മാർക്കോ അവിടെ എത്തുമെന്ന് ഉണ്ണി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഉണ്ണി വളരെയധികം പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ഉണ്ണീനോട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കണ്ണേട്ടന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉണ്ണീനെ അവിടെ കെട്ടിയിട്ടതിന് ശേഷമാണ് മാർക്കോ ഇവിടെ നിന്ന് പോകുന്നത്. അതായത് കണ്ണനെ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും മാർക്കോയുടെ കൂട്ടുകാരനുണ്ട്. മാർക്കോയുടെ കൂട്ടുകാരൻ മാർക്കോവിനോട് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞത് അപകടനിലയൊക്കെ തരണം ചെയ്തു, കുറച്ച് നേരം ഒബ്സർവേഷനിൽ വെക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോൾ മാർക്കോയ്ക്ക് ചെറിയ ആശ്വാസമാകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഉണ്ണിയുടെ ഫോണിലേക്ക് ദുർഗാമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നുള്ള കാര്യം അറിയാൻ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ്. വരും എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഉണ്ണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഉണ്ണി ചെയ്ത എല്ലാ കാര്യങ്ങളും കണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ